ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാനങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകളോർത്തിയിടുന്നു. യേശുവേ, യേശുവേ, നന്ദി നന്ദി നാഥ. അളവില്ല സ്നേഹത്തിനായി നന്ദി നന്ദി നാഥ. അളവില്ല സ്നേഹത്തിനായി തിരുക്കരമെന്നെ താങ്ങി വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ ബലമെന്നിൽ നൽകിയിടുക. യേശുവേ, യേശുവേ, നന്ദി നന്ദി നാഥ. അളവില്ല സ്നേഹത്തിനായി നന്ദി നന്ദി നാഥ. അളവില്ല സ്നേഹത്തിനായി നന്ദി നന്ദി നാഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയ്ക്കായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്നപ്പാ, സ്തോത്രം സ്തോത്രം. പ്രഭാതം മുതൽ ഇതുവരെയും കാത്തല്ലോ, സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ. ആവശ്യമാർന്ന ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, ബലം, സമാധാനം, സന്തോഷം, സൗഖ്യം, ദൈവകൃപയൊക്കെ തന്ന് പകൽക്കാലം മുഴുവനും സൂക്ഷിച്ച ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം 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 സ്തോത്രം. വരമായിരുന്ന എല്ലാവിധ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാദി പകർച്ചയാദി മരണത്തിനേൽപ്പിക്കാതോണം ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങളുടെ ദേശത്തെയും സൂക്ഷിച്ച എൻ്റെ ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം 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 സ്തോത്രം. നന്ദി പിതാവേ, നന്ദി നന്ദി കർത്താവേ. ഈ സന്ധ്യാമത്തിൽ ഹല്ലേലൂയ, നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ അവിടുന്ന് സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രികാലം ഞങ്ങളുടെ ശരീരാത്മദേഹികൾ ബലപ്പെടണം, ക്ഷീണങ്ങളും ഭാരങ്ങളും രോഗങ്ങളും മാറണം. എല്ലാ സൗഖ്യവും സമാധാനവും അടിയങ്ങൾക്ക് നൽകി തരുമാറാകണം. സുഖകരമായി ഞങ്ങൾക്ക് ഉറങ്ങി ഉണർന്ന് എൻ്റെ കർത്താവിൻ്റെ പാദപീഠം ചാർന്ന് വരുവാൻ ഇടയാക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ലെന്ന വചനത്താൽ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങളുടെ ഉള്ളവരെയും ഞങ്ങളുടെ ഭവനത്തെയും സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഗബ്രിയേൽ മിഖാൽ ദൂതഗണങ്ങൾ ഊരിപ്പിടിച്ച വാളുകളുമായി ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും കാവൽ നിർത്തിക്കൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. സംഹാരകൻ കടന്നു വരാതെ ഞങ്ങളുടെ കോട്ടകളെ കാത്തുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു അനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്നെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടിരുന്ന വചനത്താൽ സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത് ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. ഇന്നുവരെയും അങ്ങനെ ഞങ്ങളെ കാത്ത് പരിപാലിച്ച ദൈവത്തിന് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ കർത്താവേ. ഈ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ ഏൽപ്പിക്കുന്നത് എവിടെയായിരുന്നാലും കർത്താവ് സൂക്ഷിച്ച് പരിപാലിക്കുമാറാകണം. പ്രത്യേകിച്ച് കർത്താവെ, ശരീരത്തിൽ സൗഖ്യമില്ലാതെ ആശുപത്രി മുറികളിൽ ഐസിയിലൊക്കെ കഴിയുന്ന ജീവിതങ്ങൾ എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ടപ്പാ. അടിയൻ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുക. അതിവേഗം പായുന്ന വചനം അയക്കണമേ, സൗഖ്യപ്പെടുത്തണമേ കർത്താവേ. ആശുപത്രി മുറിവിട്ട് ഭവനത്തിൽ കടന്നു പോകാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, പൂർണ്ണ കർത്താവെ സൗഖ്യവും വിടുതലും പ്രാപിപ്പാൻ തൻ്റെ മക്കളെയൊക്കെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കരയുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന കർത്താവെ, കണ്ണുനീർ തൂക്കുമ്പോൾ മനസ്സലിയുന്ന കർത്താവെ, സൗഖ്യത്തിൻ്റെ കരവുമായി കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവെ. ഞങ്ങൾക്ക് ഈ രാത്രികാലം സ്വർഗത്തിലെ കാഴ്ച കണ്ട് കിടന്നുറങ്ങണം. അപ്പോൾ അവിടുന്ന് സഹായിക്കണം. പ്രത്യേകിച്ച് ഹല്ലേലൂയ, കഷ്ടങ്ങളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ഞങ്ങളുടെ വയനാടിൻ്റെ പ്രദേശങ്ങൾ വെള്ളപ്പൊക്കത്താൽ ഉരുൾപൊട്ടലാലൊക്കെ ഭാരപ്പെട്ട് ഞരങ്ങുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അനേകരും മരണപ്പെട്ടു, അനേകരും മണ്ണിനടിയിലായിരിക്കുന്നു. അവരെ ചൊല്ലി വേദനിക്കുന്ന ഭാരപ്പെടുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. പ്രത്യാശയോടെ ജീവിപ്പാൻ കർത്താവ് സഹായിക്കണം. വേണ്ടെന്നെല്ലാം കൊടുത്ത് അപ്പച്ചനവരെ പോഷിപ്പിക്കുമാറാകണം. പ്രത്യേകിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്ന ഓരോ പ്രിയ മക്കളെയും സമർപ്പിക്കുന്നപ്പാ. അവരെ അനുഗ്രഹിക്കണമേ, അവരെ സൂക്ഷിക്കണമേ, ബലപ്പെടുത്തിക്കൊള്ളണേ, സൗഖ്യത്തോടെ കാത്തോണേ.
അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സൂക്ഷിക്കണം. അങ്ങനെ കർത്താവെ വേണ്ടുന്ന എല്ലാ സഹായഹസ്തങ്ങളും ഹാലലിയ നീട്ടപ്പെട്ട ഓരോ മക്കളെയും സ്വർഗം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനല്ലാതെ ഒന്നിനും കഴിയത്തില്ല. സ്വർഗീയ സമാധാനം എല്ലാവർക്കും നൽകണം. പ്രത്യാശയിലെല്ലാവരെയും നിറയ്ക്കണം. ഞങ്ങൾ നന്നായി ഉറങ്ങി ഉണരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും നല്ലൊരു പുതിയ ദിവസം ഞങ്ങൾക്ക് ദാനം ചെയ്യണമെന്നും പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ദൂരത്തും ചാരത്തുമായിരിക്കുന്നൊരു മാതാപിതാക്കളെ, അനാഥരെ, വിധവകളെ, രോഗികളെ എല്ലാം ഒന്നുകൂടെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം.